എനിക്ക് മ്യൂച്വൽ ഫണ്ട്സ് എനിക്കൊരു അക്കൗണ്ടേ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അതുപോലെ ബാങ്കിൽ വരെ നമ്മൾ എഫ് ഡി അല്ല സേവിങ്സിൽ ഇടാൻ വരെ ഞാൻ മടിച്ചു തുടങ്ങി. ഞാനതിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടാനാണ് ഞാനത് ഇഷ്ടപ്പെടും. പക്ഷേ ആ ചെറിയ എമൗണ്ടിൽ നിന്ന് എനിക്ക് തിരക്കേടില്ലാത്തൊരു എമൗണ്ട് എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലൈഫിൽ അത് അത്ര മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ സേവിങ്സ് കുറേ കൂട്ടണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. കൂടുതൽ എന്താ പറയുക, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ തോന്നിയിട്ടുണ്ട്. ഒരിഷ്ടം വന്നിട്ടുണ്ട്, സേവ് ചെയ്യണം എന്നുള്ളൊരു ഇഷ്ടത്തിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? എൻ്റെ പേര് ലുലു വിക്ടർ എന്നാണ്. എൻ്റെ ഹസ്ബൻഡ് വിക്ടർ ഖത്തറിൽ വർക്ക് ചെയ്യാണ്. ഖത്തർ അലുമിനിയത്തിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 മക്കളാണ്. മോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സിയ. മോൻ മാനുവൽ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പഠിച്ചതൊക്കെ ചൈതന്യ വിമൻസ് തൃശ്ശൂർ തന്നെ കോളേജിലാണ്. ഞാൻ M.Com ആണ്. പിന്നെ കുറച്ച് 12 വർഷം ജോലി ചെയ്തായിരുന്നു. ഇപ്പോൾ ബ്രേക്കായി. ഹൗസ് വൈഫാണ്. എന്താണ് ഒരു ഡെയിലി റൂട്ടീൻ? കാലത്ത് പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണ്. പിന്നെ വീട്ടിലെ കുറച്ച് പണികളുണ്ടാവും, അതൊക്കെ കഴിഞ്ഞാൽ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ഇപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനിപ്പോൾ ഇങ്ങനെ പെർ ക്യാപ്പിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കണ്ടു. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി? വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ചെറുതായി വരയ്ക്കും. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുക എന്നുള്ളത് സ്വന്തമായിട്ട് എടുത്തൊരു ഡിസിഷൻ ആണോ, അതല്ലെങ്കിൽ ഹസ്ബൻഡോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കണം എന്ന് വിചാരിച്ചതാണോ? എങ്ങനെയാണ്? അല്ലല്ല, ഞാൻ എൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം വേണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ സ്വയം എടുത്ത തീരുമാനമാണ്. ശരി. ഇപ്പോൾ പെർ ക്യാപ്പിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ മുൻപ് ഫൈനാൻഷ്യൽ ലിറ്ററസിയെ കുറിച്ച് എന്തെങ്കിലും അറിവുകൾ ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ M.Com ആണ് സംതിങ് കണക്റ്റഡ് ടു ലൈക്ക് പൈസ എന്നുള്ള, അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ലിറ്ററസി എന്നുള്ള എന്തെങ്കിലും ഒരു തോട്ട് പ്രോസസ്സ് ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ടുണ്ടായിരുന്നോ? നമ്മൾ പ്രവാസിയുടെ വൈഫ് എന്ന് പറയുമ്പോൾ അറിയാലോ, എല്ലാ കാര്യങ്ങളും ചെയ്താൽ അങ്ങനെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പരിചയം തന്നെയുള്ളൂ. അല്ലാതെ വേറെ അങ്ങനെ അതൊന്നുമില്ല. നമുക്ക് അങ്ങനെ ചെയ്തിട്ടുള്ള ശീലമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു പരിചയമുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. ശരി. എങ്ങനെ പെർ ക്യാപ്പിനെ കുറിച്ച് അറിഞ്ഞത്? പെർ ക്യാപ്പിനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ മൊബൈലിൽ നോക്കിയിരുന്നപ്പോൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് പെർ ക്യാപ്പിനെ കുറിച്ച്. ശരി. പെർ ക്യാപ്പിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? അതായത് അതിൻ്റെ മുമ്പും അതിന് ശേഷവും ആ ഒരു കംപ്ലീറ്റ് പേഴ്സ്പെക്റ്റീവിൽ എന്ത് മാറ്റം ഉണ്ടായത്? പെർ ക്യാപ്പിൽ വന്നതിന് ശേഷം കുറേ സേവിങ്സ് കുറേ കൂട്ടണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ ആദ്യമൊക്കെ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നു, ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ. ഇപ്പോൾ ആവശ്യമില്ലാത്തത് വാങ്ങിക്കുമ്പോൾ തന്നെ ഞാനൊന്ന് ആലോചിക്കും, ഇത് മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടാൽ നമുക്ക് അതിനനുസരിച്ച് ഇൻകം കിട്ടില്ലേ എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത്. അത് കാരണം സേവ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട് എനിക്ക്. ഓക്കെ, ചോദിച്ചോട്ടെ, ഈ പൈസയെ കുറിച്ചുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതിൽ എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഇപ്പോൾ നമ്മളിതിന് മുമ്പ് പൈസ എന്ന് പറയുന്ന സാധനത്തിനെ ഉപയോഗിക്കേണ്ടതും ഇവിടെ വന്നതിന് ശേഷം ഒരു പെർസ്പെക്റ്റീവിൽ എന്തെങ്കിലും ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്? നല്ലോണം മാറ്റം വന്നിട്ടുണ്ട്. നല്ല മാറ്റം വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ പൈസ ആദ്യം ചിലവാക്കുമ്പോൾ അങ്ങനെ, ഇതിപ്പോൾ നമ്മൾ ചിലവാക്കുമ്പോൾ ഒന്ന് മടി, നമുക്കിത് എന്തെങ്കിലും സേവ് ചെയ്യാലോ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാലോ. ഇപ്പോൾ ബാങ്കിൽ വരെ ഞാൻ സാറ് പറഞ്ഞ പോലെ ബാങ്കിൽ വരെ നമ്മൾ എഫ് ഡി അല്ല സേവിങ്സിൽ ഇടാൻ വരെ ഞാൻ മടിച്ചു തുടങ്ങി. ഞാനതിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇടാനാണ് ഞാനത് ഇഷ്ടപ്പെടുന്നത്. ശരി. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പുതിയ മ്യൂച്വൽ ഫണ്ട്സ്, അതായത് ഇതിന് മുമ്പ് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഇപ്പം പെർ ക്യാപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആണോ മ്യൂച്വൽ ഫണ്ട്സ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്? എനിക്ക് മ്യൂച്വൽ ഫണ്ട്സ് എനിക്കൊരു അക്കൗണ്ടേ ഉണ്ടായിരുന്നില്ല. പെർ ക്യാപ്പിൽ വന്നതിന് ശേഷമാണ് ഞാൻ അക്കൗണ്ട് തുടങ്ങിയത് തന്നെ. അതിന് ശേഷമാണ് എനിക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടായത്. ഇപ്പോൾ ഒരു 2 lakhs അടുത്ത് എനിക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഓക്കെ. ലുലു ഏത് ബാച്ചിലായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ജൂലൈ ബാച്ചിൽ. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് ലാസ്റ്റിലൊക്കെ ആയിട്ടാണ് നമ്മൾ തുടങ്ങി. ഓഗസ്റ്റ്. അപ്പോൾ ഈ ഇത്രയും മാസങ്ങൾ കൊണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് അറിയാം, മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ ഈവൻ സ്റ്റോക്സിലാണെങ്കിൽ ലോങ് ടേമിലേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നത്, നമ്മൾ ചെയ്യേണ്ടതും. പക്ഷെ ബട്ട് സ്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഇത്രയും ഒരു മാസങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും റിട്ടേൺസ് അതിൽ നിന്നും? റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ
ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ലാപ്ടോപ്പ് വാങ്ങിച്ചു. അത് നമ്മൾ 3 മാസം EMI ആയിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഹസ്ബൻഡ് സാലറി വരുമ്പോഴാണല്ലോ ഞാനത് ഇത് അടയ്ക്കുക. അപ്പോൾ 1 മാസം മുന്നേ സാലറി വരുമ്പോൾ ആ പൈസ ഞാൻ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ആ ലാപ്ടോപ്പിൻ്റെ പൈസ അടയ്ക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ വിഡ്രോ ചെയ്യുമ്പോൾ എനിക്ക് ഒരു 150 രൂപയൊക്കെ എനിക്ക് അതിന് കിട്ടാറുണ്ട്. ശരി, 150 രൂപ എന്നാൽ കൂടി എനിക്കത് ബാങ്കിൽ കിട്ടാറില്ല. അങ്ങനെ ഇപ്പോൾ 3 മാസം ഞാൻ അടച്ചൊരു 450 രൂപ എനിക്ക് കിട്ടി. ശരി ശരി ശരി. അതായത് അവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്ന് പറയുന്നത് വെറുതെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിൽ 1 രൂപ കിട്ടില്ല. പക്ഷെ ഇവിടെ 150 ആണെങ്കിൽ അത് കിട്ടി എന്നുള്ളത്. 3 മാസം കൊണ്ട് എനിക്ക് 500 രൂപയുടെ അടുത്ത് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ശരി ശരി. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ ഒരു സമയം ചെലവാക്കിയത് ജീവിതത്തിൽ വെറുത്താണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ കാരണം? കാരണം എന്ന് പറഞ്ഞാൽ സേവിങ്സ് കൂട്ടാനുള്ള ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. കൂടുതൽ എന്താ പറയാ, അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ തോന്നിയിട്ടുണ്ട്. അതൊക്കെ ഒരു ലൈഫിൽ വേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണല്ലോ. ശരി, ഞാൻ കുറച്ചും കൂടെ ജനറൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാരൻസ്, നമ്മൾ ചെറുപ്പം മുതലേ പാരൻസിൽ നിന്നാണ് പല കാര്യങ്ങളും നമ്മൾ പഠിക്കാറുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാരൻസ് ഒരു പരിധി വരെ എങ്ങനെ പൈസേനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയാം. കാരണം അത് ഓൾഡർ ജനറേഷൻ അവർ അതിനത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ നേരെ മറിച്ച് അതിനെക്കുറിച്ച് പഠിക്കണമെന്നും എന്നുള്ള കുറേ കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ ലുലുവിൻ്റെ പാരൻസ് ഇപ്പോൾ ഈ പൈസ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ട് ലുലുവിന് തന്നിട്ടുള്ള അഡ്വൈസസ് അത് എത്രത്തോളമാണ് എന്നുള്ളത് അറിയാം. അപ്പോൾ ഇനി വരാൻ പോണ തലമുറ, ഇപ്പോൾ കുട്ടികളുടെ കാര്യമാണ്, കുട്ടികൾക്ക് ഫൈനാൻഷ്യലി അഡ്വൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇപ്പോൾ പെർ ക്യാപ്പിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുമോ? അതായത് ഇപ്പോൾ പഠിച്ച കാര്യങ്ങൾ നെക്സ്റ്റ് ഒരു ജനറേഷനിലേക്കും കൈമാറി കൊടുക്കേണ്ട ഒന്നാണെന്ന് തോന്നുന്നുണ്ടോ? പെർ ക്യാപ്പിന് മെയിനായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫിൽ നമുക്ക് സേവിങ്സ് വേണം എന്നുള്ള ഒരു കാര്യം സാറ് നന്നായി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ജോലിക്ക് കയറുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു പൈസ മാസം അത് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഞാൻ പറയണത്. കാരണം എന്താ വെച്ചാൽ അത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പം കുട്ടികളുടെ വിദ്യാഭ്യാസം ആണെങ്കിലും അവരുടെ ബാക്കിയുള്ള ചിലവ്, മാരേജ്, അങ്ങനെയുള്ള ചിലവുകൾക്കൊക്കെ അത് ഇപ്പം ആദ്യം തന്നെ ജോലിക്ക് കയറുമ്പോൾ തന്നെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അത് വളരെയധികം ഉപകാരം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ശരി ശരി. ഇപ്പോൾ പൊതുവിലെ ആളുകൾക്കുള്ളൊരു സംശയമാണ്. സംശയം അതിലേക്ക് എത്തുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഒരു ശരാശരി ഒരു മലയാളി പഠിത്തത്തിന് വേണ്ടിയിട്ട് ഏകദേശം നമുക്കറിയാം ഒരു 15 വർഷത്തോളം മിനിമം പഠിത്തത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പഠിച്ച് ഇത്രയും കാലം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ജോലി കിട്ടുന്നു. ഈ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ എങ്ങനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണമെന്ന് ഈ വ്യക്തിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇതല്ലേ ആദ്യം ഒരാൾ പഠിക്കേണ്ടത്? അതെ അതെ, തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും ചെയ്ത കാര്യത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് കുറച്ച് നോളജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ആണെങ്കിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ മീൻസ് ലൈക്ക് ഇത് പഠിപ്പിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് പ്രോപ്പറായിട്ട് പഠിപ്പിക്കാതെ പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, ഇതെങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ പല ആളുകൾക്കുള്ളൊരു സംശയമാണ്, ഈ മണി മാനേജ്മെൻറ്റ് അതല്ലെങ്കിൽ ഈ ഫൈനാൻഷ്യൽ ലിറ്ററസി ഇത് പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ളത് പലർക്കുള്ളൊരു സംശയമാണ്. ഇതൊക്കെ പഠിക്കണോ എന്നുള്ളൊരു കാര്യം ചോദിക്കാറുണ്ട്. പൈസ അല്ലാത്ത നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചിലവാക്കാനുള്ളതല്ലേ ഇങ്ങനെ ചെയ്തേ. ലുലുവിൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഇത് ശരിക്കും ഒരാൾ പഠിക്കേണ്ട ഒരു കാര്യമാണോ? ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ പെർ ക്യാപ്പിൽ ചേർന്നതിന് ശേഷം ഇത് പഠിക്കേണ്ട കാര്യം തന്നെയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനുശേഷം എനിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൈസ ചെലവാക്കണതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, നമ്മൾ സേവ് ചെയ്യേണ്ടതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എനിക്ക് ജൂലൈയിലാണ് ഞാൻ ചേർന്നത്. അവിടെ തൊട്ട് എനിക്ക് ഒരുപാട് സേവിങ്സ് ഉണ്ടായിട്ടുണ്ട്, അനാവശ്യ ചെലവുകൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം നമുക്ക് ബഡ്ജറ്റിങ് തുടങ്ങി റിട്ടയർമെൻറ്റ് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബഡ്ജറ്റിങ്ങിലാണ് റിയലി നമുക്ക് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ മണി മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.
അപ്പോൾ ഇപ്പോൾ എങ്ങനെയാ ഒരു മന്തിലേക്ക് ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പൈസ മാറ്റി വെക്കണം എന്നുള്ള കംപ്ലീറ്റ് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ? അതൊക്കെ ഞാൻ മുമ്പും ഞാൻ ചെറുതായിട്ട് ചെയ്യാറുണ്ട്, കാരണം നമ്മളത് വരുന്നത് നോക്കിയിട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ഞാനത് പ്രോപ്പറായിട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അത് ബുക്കിൽ എഴുതി വെച്ച് മാറ്റി വെച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി. ഞാൻ വിശ്വസിക്കുന്നത് ലുലു നമ്മുടെ റിട്ടയർമെന്റിന്റെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ സെക്ഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്നും മിസ്സാക്കിയിട്ടില്ല. ശരി. അതിൽ നമ്മുടെ ഒരു ഫയർ കാൽക്കുലേറ്റർ ഇല്ലേ, അത് യൂസ് ചെയ്തിട്ട് ലുലുവിന്റെ ഫയർ നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? അത് ജസ്റ്റ് എനിക്കിപ്പോൾ അത് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ശരി. അപ്പോൾ അതിലേക്കായിട്ട് നമ്മൾ റിട്ടയർമെന്റിലേക്കായിട്ട് എന്തെങ്കിലും ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എടുത്തിട്ടുണ്ടോ? ഞാൻ എടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, എല്ലാ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ SIP ആയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോങ് ടേമിലേക്ക് സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ശരി. അപ്പോൾ ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വിംഗ് ട്രേഡിങ് എന്താ അവസ്ഥ? സ്വിംഗ് ട്രേഡിങ് ഞാൻ ചെയ്യാറുണ്ട്, പക്ഷെ കൂടുതൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യാറില്ല. ചെറിയ എമൗണ്ടിന് ഞാൻ ചെയ്യാറുള്ളൂ. അത് അതൊരു ഡെയിലി ഒരു നേരം പോക്കിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ നഷ്ടം ഇടയ്ക്ക് വരും, അത് അതിന്റെ ഭാഗമാണല്ലോ. എന്നാലും പ്രോഫിറ്റ് എനിക്ക് ഒരുപാട് ഉണ്ടായി. ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആണ് എനിക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത്. ശരി. ഇപ്പോൾ പ്രോഫിറ്റ് ആണെന്ന് പറഞ്ഞു. ലുലു കഴിഞ്ഞ ഡിസംബർ മാസമായിരുന്നോ? നവംബർ. ഓക്കെ. ലുലു നവംബർ മന്തിന്റെ ട്രേഡർ ഓഫ് ദ മന്ത് ആണല്ലേ നവംബർ മന്ത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു അച്ചീവ്മെന്റ് തന്നെ ഞാനത് വിളിക്കുക. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഓൾമോസ്റ്റ് 400 ആളുകളുള്ളതാണ്. ഈ 400 ആളുകളിൽ നിന്ന് ഒരാൾ ട്രേഡർ ഓഫ് ദ മന്ത് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ട്രേഡർ ഓഫ് ദ മന്ത് എന്നുള്ള ആ ഒരു അച്ചീവ്മെന്റ് എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അത് ഞാൻ വളരെ ചെറിയ എമൗണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ചെറിയ എമൗണ്ടിൽ നിന്ന് എനിക്ക് തിരക്കേടില്ലാത്തൊരു എമൗണ്ട് എനിക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ സാറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് സെക്ഷൻ കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും അത് 7:15 ആ സമയത്താണ് സാറ് ഇപ്പൊ പുറത്താണെങ്കിൽ പോലും ഞാൻ മൊബൈൽ ഓണാക്കി വെച്ചിട്ട് ചെവിട്ടിൽ വെച്ചിട്ട് ഞാനത് കേൾക്കാറുണ്ട്. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടാറുണ്ട്. ആ ഷെയറിനെ കുറിച്ചും അതിന്റെ മൂവ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് പ്രോഫിറ്റിലേക്ക് എത്താനും സാധിച്ചിട്ടുണ്ട്. ശരി. ചോദിച്ചോട്ടെ, ഈ ഇപ്പോൾ സ്വിംഗ് ട്രേഡിങ് ഒരു നേരം പോക്കിന് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അതിലൂടെ തന്നെ നമുക്ക് ചെറുതാണെങ്കിൽ ചെറുതൊരു റിട്ടേൺസും കിട്ടുന്നുണ്ട് അല്ലേ? ചെറിയ എമൗണ്ട് ആണ് ക്യാപിറ്റൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എങ്കിലും ആ ക്യാപിറ്റലിൻ്റെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ടൊരു ശതമാനം ആസ് പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലുലുവിനെ പോലെ ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണിത് അല്ലേ? അപ്പോൾ ഇതിലേക്കായിട്ട് ലുലു എത്രത്തോളം ടൈമോ എഫേർട്ടോ അതിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ കാലത്ത് ഇവരെ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ 9:15 സ്റ്റാർട്ട് ചെയ്യാം. ആ സമയം തൊട്ടൊരു 11 മണി 12 മണി വരെ ഞാൻ എന്തായാലും ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇരിക്കാറില്ല. അത്രേ ഇരിക്കാറുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ നമുക്കറിയാം, ഏകദേശം മൂവ്മെന്റ് അറിയാം. പിന്നെ ലാസ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയമാകുമ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നോക്കും. ശരി. അപ്പോൾ അത്രയ്ക്ക് ഈസി ആണെന്നാണ് പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പം ഇത് പഠിക്കാനായിട്ട് എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട്? പഠിക്കാൻ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഇത് പഠിച്ചെടുക്കണം എന്നുള്ളത്. എന്നാലും മുഴുവനായിട്ട് പഠിച്ചൊന്നും ഞാൻ പറയണില്ല. എന്നാലും ഏകദേശം ഒരു മൂവ്മെന്റ് ഒക്കെ കറക്റ്റായിട്ട് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് വരുമ്പോൾ പിന്നെ റിസാറിൻ്റെ ക്ലാസ്സും PMS ഒക്കെ കറക്റ്റായിട്ട് ചെയ്യണ കാരണം എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. പിന്നെ അതിൽ തന്നെ ഓരോരുത്തരുടെ നിഗമനങ്ങളൊക്കെ അവരുടെ മൂവ്മെന്റ്സ് ഒക്കെ ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളും കേൾക്കുമ്പോൾ. ശരി. നമുക്കറിയാം, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ വീക്കെൻഡ് സെഷൻസ് ആയിട്ടും PMS ആയിട്ടും വേറെ ഇപ്പോൾ ഞങ്ങൾ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ഞങ്ങളവിടെ ഷെയർ ചെയ്യാറുണ്ട്. നിങ്ങളോട് ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യണം, ഇനി അതല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിനാണെങ്കിൽ ടെക്നിക്കലി അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഡിസ്ക്ലൈമറും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ലുലുവിനെ
ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി അത് ഓരോ മെസ്സേജ് വരുമ്പോൾ ഞാൻ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലായാലും ഇപ്പോൾ ഒരു ഷെയറിനെ കുറിച്ച് തലേദിവസം സാറ് പറയുമല്ലോ, ഇന്ന ഷെയർ നാളെ നോക്കണം എന്നു വാച്ച് ലിസ്റ്റിൽ ഇടാറുണ്ട്. അതിൽ മൂവ്മെന്റ്സ് വന്നാൽ തന്നെ അതിൽ ഇത്ര % മൂവ്മെന്റ് ആയി, അത് പ്രോപ്പറായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് സാർ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. പിന്നെ ഓരോരുത്തരും അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇടുമ്പോൾ നമുക്കതൊരു നമുക്ക് ലോസ് ആണെങ്കിൽ കൂടിയും അത് നമുക്കായാലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവും. ശരി. ചോദിച്ചോട്ടെ, ഇപ്പം ഈ കമ്മ്യൂണിറ്റി ഇല്ലാതെ ആയിരുന്നു നമ്മുടെ ഈ ഒരു സ്റ്റഡീസ് എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഞാൻ ചോദിക്കുകയാണ്, അത് കംപ്ലീറ്റ് ആകുമോ? കംപ്ലീറ്റ് ആവും തോന്നണില്ല. കമ്മ്യൂണിറ്റി അതിൽ വലിയൊരു ഘടകം. അതെ, പലരും ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് ഇപ്പം ഈ പേഴ്സണൽ ഫൈനാൻസ് പൈസ കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണോ എന്നുള്ളത്, അല്ലേ? കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയയിലാണെങ്കിലും പല കമൻസും വരാറുള്ളതാണ്, ഇതൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ പൈസ കൊടുത്ത് പഠിക്കേണ്ടതാണോ എന്നുള്ളത്. അവരുടെ അടുത്ത് ലുലുവിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്? ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. പക്ഷേ സാറിൻ്റെ ക്ലാസ് കൂടി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാവണേ. പൈസ കൊടുത്ത് പഠിച്ചാലും അത് എന്താ പറയുക, നമുക്കത് നമ്മുടെ ലൈഫിൽ അത് അത്ര മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. അതേപോലെ ഇപ്പോൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞു, അത് എന്ത് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? അത് ഞാൻ ഇന്നതെന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്തതല്ല. ഞാൻ സേവിങ്സ് എന്നുള്ള നിലയിൽ ഞാൻ ചെയ്തു എന്ന് മാത്രം. അത് ഫ്യൂച്ചർ റിട്ടയർമെൻറ്റിലേക്ക് ഉപയോഗിക്കാം. പിന്നെ എനിക്ക് മകളാണല്ലോ, മകളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അതിനൊക്കെ വേണ്ടി എന്തായാലും ലോങ് ടേമിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ശരി. ഏത് ലാർജ് ക്യാപ്പോ മിഡ് ക്യാപ്പ്? ഞാൻ നിഫ്റ്റി 50 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡിലാണ് ഞാൻ കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെയൊക്കെ ചെറിയ എമൗണ്ട് 20,000 30,000 ഒക്കെ ആയിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശരി. എന്താണ് സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ്? സൊസൈറ്റിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് മ്യൂച്വൽ ഫണ്ട്സിൽ. മാസം SIP ആയാലും ഒരു സ്വന്തമായിട്ട് ഒരു സേവിങ്സ് എന്ന് പറയുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവരുടെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ അത് എടുത്ത് ഉപയോഗിക്കാനായിട്ട് അത് കരുതേണ്ട കാര്യം തന്നെയാണ്. ഞാൻ എല്ലാവരോടും ചെയ്യാൻ തന്നെയാണ് ഞാനത് പറയുന്നത്. ഇൻഷുറൻസ് ഒക്കെ? ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് എനിക്ക് അതിന് മുന്നേ ഉള്ളതാണ് ഇൻഷുറൻസ് ഒക്കെ. ഇൻഷുറൻസിന്റെ സെക്ഷൻ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. റെക്കോർഡിംഗ് സെക്ഷൻ ഉണ്ട്. റെക്കോർഡിംഗ് സെക്ഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന് ശേഷം, അതായത് സെഷൻസിന് ശേഷം ഫൈനാൻഷ്യൽ പരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും അഡ്വൈസസ് ആർക്കെങ്കിലും കൊടുത്തോ? ഞാൻ കാണുന്നവരോടൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ കസിൻസിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും സേവിങ്സ് വേണം, അതൊക്കെ ഞാൻ പറയാറുണ്ട്. അവർ പഠിച്ച് ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് സേവിങ്സ് ചെയ്യണമെന്ന് പറയാറുണ്ട്. ആരെങ്കിലും സജസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പെർക്കാപ്പിനെ എന്തായാലും തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യും. ഞാൻ ചോദിക്കുകയാണെങ്കിൽ പെർക്കാപ്പിന് തന്നെ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പോൾ എങ്ങനെയാണ് പഠിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പെർക്കാപ്പ് ആണ് പഠിച്ചത്, അവിടെ നിന്നാണ് പഠിച്ചതെന്ന് പറയും. ശരി. എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ്? ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. 100%. എന്താണ് ഏറ്റവും വലിയ അതിപ്പോൾ പെർക്കാപ്പിൽ നിന്ന് കുറേ സെഷൻസ് കിട്ടി, ഇപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഒരു മാറ്റമായിട്ട് ലുലുവിന് തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണ്? ഏറ്റവും വലിയ ജീവിതത്തിൽ ഏറ്റവും വൺ ഓഫ് ദ ബിഗസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളത്? അതായത് എനിക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി അതൊക്കെ സേവ് ചെയ്യാനുള്ള ഒരു ഇത് വന്നിട്ട് ഒരു ഇഷ്ടം വന്നിട്ടുണ്ട്. സേവ് ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടത്തിലേക്ക് വന്നിട്ടുണ്ട് എനിക്ക്. അതന്നെ വലിയൊരു മാറ്റമല്ലേ.
അതെ അതെ. എത്ര വർഷം ജോലി ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്? ഞാൻ 10-12 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. 10-12 വർഷം. അന്ന് പ്രോപ്പറായിട്ടായിരുന്നോ മണി മാനേജ് ചെയ്തത്? അന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നില്ല എനിക്ക്. കിട്ടുന്നത് ഞാൻ അപ്പോൾ തന്നെ ചിലവാക്കി പോവാ, അങ്ങനെ തന്നെയായിരുന്നു. ശരി. ഇപ്പോൾ നമ്മുടെ ഒരു യൂത്ത്, ഒരു പുതുതലമുറയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ മണി മാനേജ്മെൻറ്റ് പ്രോപ്പറല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ അതത് മാസം ചിലവാക്കി തീരുക, പിന്നെ അടുത്ത മാസത്തെ സാലറി കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ്. കാരണം ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലം പോലെ അല്ല, സ്പെൻഡ് കൂടിയിട്ടുണ്ട്, ചിലവുകൾ കൂടിയിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് ലുലിന് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് എന്താ? കാരണം ലുലിന് ഇത്രയും വർഷത്തെ ജീവിത പരിചയമുണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് ഒരു 10 വർഷം 12 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളായിട്ട് ജോലി ചെയ്യാതെ ഇപ്പോൾ കംപ്ലീറ്റ് ഹൗസ് വൈഫ് എന്നുള്ളൊരു റോളിലാണ്. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസോ കുറേ അറിവുകളുള്ള ഒരാളാണ് ഈ ഒരു മേഖലയിൽ. അപ്പോൾ എന്ത് അഡ്വൈസാണ് ഇപ്പോഴത്തെ യൂത്തിന് കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ളത്? അവരെ ഇപ്പോൾ ഒരു ജോലിയിലേക്ക് കയറി, പഠിപ്പ് കഴിഞ്ഞൊരു ജോലിയിലേക്ക് കയറുമ്പോൾ തന്നെ അവരെ ഒരു 100 രൂപ മാസം പറ്റണുള്ളൂ എങ്കിൽ കൂടിയും ആ 100 രൂപ അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കണം എന്നാണ് ഞാൻ പറയണത്. അത് അവർക്ക് വലിയൊരു ഭാവിയിലേക്ക് നല്ലൊരു ഉപകാരമായി തീരുന്ന തന്നെയാണ്. എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എനിക്കത് തോന്നുന്നു. എനിക്ക് അന്ന് ചെയ്തിരുന്നെങ്കിൽ 100 രൂപ എന്ന് പറയുമ്പോൾ അത് അത്ര വലിയ എമൗണ്ട് ഒന്നല്ല. അത് 100 രൂപ അന്ന് ഞാൻ ഒരു മാസം മാറ്റി വെച്ചിരുന്നെങ്കിൽ നല്ലൊരു എമൗണ്ട് ആയിട്ട് എനിക്കിപ്പോൾ അത് ഉപയോഗിക്കായിരുന്നു. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴായാലും ജോലിക്ക് കയറുമ്പോൾ തന്നെ 100 രൂപ അതിന് വേണ്ടി മാറ്റി വയ്ക്കുക. അവരുടെ റിട്ടയർമെൻറ്റ് അല്ല, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി മാറ്റി വയ്ക്കാനാണ് ഞാൻ ഉപദേശിക്കുന്നത്. മാറ്റി വെച്ചതിന് ശേഷമുള്ള പൈസ വെച്ചിട്ട് ചിലവുകൾ. അതെ. ഫാമിലിയിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഈ ഒരു എഡ്യൂക്കേഷൻ, ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ? ഇപ്പോൾ ലൈക്ക് നമ്മൾ പെർ ക്യാപ്പിൽ ജോയിൻ ചെയ്തല്ലോ, അപ്പം ഈ ഒരു കാര്യത്തിന് ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് ലുലുവിന് സപ്പോർട്ട് ആയിരുന്നോ? ഹസ്ബൻഡിൻ്റെ സൈഡിൽ നിന്ന് സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി. ആള് നല്ല സപ്പോർട്ടാണ്. പുള്ളി ഇപ്പം ഈ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ? അതെ. ഓക്കെ. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ ഫൈനാൻസസിനെ പറ്റിയിട്ടോ? അല്ലെങ്കിൽ പക്ഷെ ആൾക്ക് ജോലി തിരക്ക് കാരണം ആള് അവിടെ പുറത്തായ കാരണം അതിനെ കുറിച്ച് കൂടുതൽ അങ്ങനെ ഞാൻ പറയും ആൾക്ക്. പിന്നെ ഞാൻ ആൾക്ക് കുഴപ്പമില്ല, അത് അങ്ങനെ ചെയ്തോ എന്നുള്ള ആഗ്രഹം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുന്ന ആൾക്ക് അറിയാം. അത് കാരണം പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, അവർ ജോലിയിലേക്ക് കയറുമ്പോൾ തന്നെ അവരുടെ ഇൻകത്തിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമായിട്ട് എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.